ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിഗ്രഷൻ അനാലിസിസിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് റിഗ്രഷൻ ലൈൻസ്. രണ്ട് ഇക്വേഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഏതാണ് എക്സ് ഓൺ വൈ, ഏതാണ് വൈ ഓൺ എക്സ്. അപ്പൊ നമ്മളത് കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 4 മാർക്കാണ്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റനിലേക്ക് വരാം. ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വൈ ഓൺ എക്സ് ഏതാണ്, ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് വൈ ഓൺ എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം രണ്ട് ഇക്വേഷൻസും ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, അത് അസ്യൂം ചെയ്യണം. ഒരു എക്സ് ഓൺ വൈയും ഒരു വൈ ഓൺ എക്സും. ആദ്യത്തെ ഇക്വേഷനെ ഞാൻ വൈ ഓൺ എക്സ് ആയിട്ടും രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ എക്സ് ഓൺ വൈ ആയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ എക്സ് ഓൺ വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും, 5x + 4y - 28 = 0. അങ്ങനെയാണെങ്കിൽ എൻ്റെ അസംഷൻ വെച്ചിട്ട് എൻ്റെ വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2x + 3y + 3y - 31 = 0. ഇതാണ് എൻ്റെ രണ്ട് അസംഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് എക്സ് ഓൺ വൈ ആണെങ്കിൽ എക്സ് എവിടെ വരണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരണം. ബാക്കി എല്ലാ ടേമിനെയും ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ വരുന്നത് 5x = -4y + 28 ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ 4y ഇപ്പുറത്തേക്ക് വന്നു, -28 എന്താണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു. സോ ഇനി ഇവിടെ നെക്സ്റ്റ് എക്സിനെ അവിടെ ഒറ്റയ്ക്ക് വെച്ചു, ആ 5നെ മാത്രം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ എന്ത് വരും, x = -4/5y + 28/5 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി, റിഗ്രഷനിൽ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കറിയാം എക്സ് ഓൺ വൈ എന്ന ഇക്വേഷനിൽ വൈയുടെ കോഎഫിഷ്യന്റ്, അതായത് വൈയുടെ കൂടെ നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് ഏതാണ്, അത് bxy ആണ്. സോ bxy എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, -4/5 ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മളോട് വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എവിടെ വരണം, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചു, ബാക്കി എല്ലാവരും എന്താണ് ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും, 3y = -2x + 31 എന്ന് കിട്ടും. ഇനി ഇവിടെ y = 3നെ കൂടെ എന്താണ് ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്, എന്ത് വരും, -2/3x + 31/3 എന്ന് കിട്ടും. ഇനി നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യന്റ്, അതായത് എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ആരായിരിക്കും, അത് byx ആയിരിക്കും. സോ byx എന്ന് പറയുന്നത് -2/3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എസ്സംഷൻ ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ വരാൻ വേണ്ടി പോവാണ്. അതെന്താണ്, bxy × byx എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒന്നോ അതിൽ ചെറുതോ ആയിരിക്കണം, ഒന്നിനെക്കാട്ടും ചെറുതായിരിക്കണം, അല്ലെങ്കിൽ 1 കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. -4/5 × -2/3, ആൻസർ വരുന്നത് 8/15 ആണ്. അതെന്താണ്, ഒന്നിനെക്കാട്ടും ചെറിയൊരു വാല്യൂ ആണ്. അപ്പം എൻ്റെ അസംഷൻ ശരിയാണ് എന്നെനിക്ക് മനസ്സിലായി. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, വൈ ഓൺ എക്സ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിട്ടിയിട്ടുണ്ടല്ലോ, വൈ ഓൺ എക്സ് ഏതാണ്, 2x + 3y, 2x + 3y, അത് വരുന്നത് എന്താണ്, 2x + 3y - 31 = 0. അതാണ് എന്ത്, എൻ്റെ വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്കായിരിക്കും കിട്ടുക. അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരിക്കും. ഏതാണ്, കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ. അപ്പോൾ ഇവിടെ നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കാൻ അതും എവിടെ നിന്നാണ്, പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. r = ± √bxy × byx. ഇതാണ് എന്ത്, നമ്മളെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഇക്വേഷൻ. ഇത് എന്താണ്, ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് കൂടെ വേണമെങ്കിൽ പറയാം. കാരണം കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ജോമെട്രിക് മീൻ ആണ്. അത് 1 മാർക്കിന് മുന്നേ ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് അറിയാലോ, bxy × byx ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം, 8/15 ആണെന്ന് അറിയാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 0.73 എന്നായിരിക്കും നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ഇനി മറ്റൊരു പ്രോപ്പർട്ടി എന്താണ്, ആറിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, പ്ലസ് ആണോ മൈനസ് ആണോ. ഇവിടെ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസും എന്താണ്, മൈനസ് ആണ്. അതുകൊണ്ട് തന്നെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. ഇനി ഇതിന് പകരം രണ്ടാൾക്കാരും എന്താണ്, പ്ലസ് ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സോ ഇത്തരത്തിലാണ് നമ്മൾ രണ്ട് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിഗ്രഷൻ ലൈൻസ് ഏതൊക്കെയാണ്, എക്സ് ഓൺ വൈ, വൈ ഓൺ എക്സ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്.